എന്തായാലും ഞാനൊരു കാര്യം ഇവിടെ സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ എന്നേക്കാൾ കൂടുതലും അത് അറിയുന്ന ആളാണ് അബ്ദുള്ള. ഞാനും സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന പറയുന്ന കാര്യം എന്താണ്? ഇതാ ഞാനാണെങ്കിലും മതനികുതി പൈസ കൊടുത്ത് കണ്ട് യുദ്ധത്തിന് പോക്കും എനിക്കാവില്ല വെട്ടുള്ളവരെ വെട്ടുകൊള്ളാൻ കൊള്ളൂല എന്ന് പറയുമ്പോൾ ആരാണ് വെട്ടാൻ വരുന്നത് കൂടി പറയണം. അത് മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങളെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ, എന്തായാലും ഈ സംവാദം ഫലവത്താകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അബ്ദുള്ളയെ പോലുള്ള ആളുകൾ പോലും മാറി ചിന്തിക്കുന്നു. അതായത് ഈ സൗദി അറേബ്യയിൽ പോലും മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അബ്ദുള്ളക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും യെസ്. ഇവിടെ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യമേ തന്നെ അബ്ദുള്ളയെ ഞാൻ അനുമോദിക്കുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സത്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിലെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്ന സമയത്ത് ആ വാർത്തകൾക്ക് അടിയിൽ വന്നുകൊണ്ട് കമന്റ് ഇടുന്ന മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ആ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയാം. മുസ്ലിങ്ങൾ ഇടുന്ന കമന്റുകൾ എന്താണ്? ഇത് ഇലക്ഷൻ പ്രമാണിച്ചുണ്ടാക്കിയ ഇൻസൈഡർ ആയിട്ടുള്ള അറ്റാക്ക് ആണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അബ്ദുള്ളയെ കേൾക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു, ഞാനൊക്കെ എപ്പോഴും പറയുന്ന കാര്യവും അതിന്റെ പേരിൽ നമ്മൾ പഴി കേൾക്കുന്ന ഒരു സംഗതിയാണ്. ലോകത്തൊരു സ്വർഗം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാനും പറയാറ്. അപ്പൊ ഉടനെ നമ്മളെ സംഖ്യയാക്കലാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ഇപ്പൊ അതെ അബ്ദുള്ള അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടുത്തെ സംവിധാനങ്ങളെ അത് കാത്ത് സംരക്ഷിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത അത് ഓരോ മുസ്ലിമിനും ഉണ്ട്. ആ സംഗതി ആ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ഈ ഒരു കനൽ വാരിപ്പിക്കുന്ന പണി ഇവിടുത്തെ തീവ്രവാദികൾ എടുക്കുമ്പോൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരാണ്? ആ വഴിമരുന്നിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പല സംഘടനകൾക്കും പങ്കുണ്ട്, ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും പങ്കുണ്ട്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ തന്നെ അബ്ദുള്ള എന്നെ സൂചിപ്പിച്ച കാര്യം, മുഖം നോക്കാതെ ഇതിന് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ വിഷയത്തെ എന്താണ് എന്നുള്ളത് യു ഹാവ് ടു കോൾ ബൈ ഇറ്റ്സ് നെയിം. അത് നമുക്ക് വിളിക്കാൻ സാധിക്കണം. അത് ഇവിടെ വിളിക്കാൻ സാധിക്കാറുണ്ടോ? ഇവിടെ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മെഴുകാൻ തുടങ്ങുകയാണ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദം എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ സയനിസ്റ്റ് തീവ്രവാദം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് പോലെ, ഒരു ഇസ്ലാമിക ഭീകരവാദികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വിളിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുസ്ലിങ്ങൾക്കൊരു വാണിംഗ് ആണ്. ഇതാണ് പ്രശ്നം. ഈ സംഗതി ഈ ഒരു വേലിക്കെട്ടിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടൊരു സന്ദേശം മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുണ്ട്. അപ്പോൾ ആ നെയിം വിളിച്ചുകൊണ്ട് ആ സംഗതിയെ അഡ്രസ്സ് ചെയ്യുന്നതോടത്ത് തന്നെ ഇവിടുത്തെ ഭരണം അവർ കൈയാളുന്ന BJP അടക്കം അതിൽ ഫെയിലർ ആവാണ്. കാരണം അവർ പോലും ഇതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും അത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും തീവ്രവാദ ആക്രമണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്താണെന്ന് പറയുന്നില്ല, തെളിയിച്ച് പറയുന്നില്ല, കലിമ ചൊല്ലിച്ചതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, മുസ്ലിങ്ങൾക്ക് ഈ മതത്തിന്റെ പേരിൽ ഒരു തീവ്രവാദം നടക്കുന്നുണ്ട് എന്നുള്ളതും ആ സംഗതി ഒഴിച്ചു നിർത്തേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് മുസ്ലിമിനുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ തീവ്രവാദികൾക്ക് ഈ പരോക്ഷ സപ്പോർട്ട് കിട്ടാതെ ഇതുണ്ടാകുന്ന സമയത്ത് ഇത് ഇലക്ഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ള ഏതെങ്കിലും സാധനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ആ തരം വാദങ്ങൾ എഴുന്നള്ളിക്കാതെ അവരെ തള്ളി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ സത്യത്തിൽ ഇന്ന് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇവിടെ തീവ്രവാദികൾ ഈ പറയുന്ന സംഗതികൾക്ക് കൃത്യമായിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെടുത്ത് വെക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം, ഇന്നലെ സ്ഫോടനം ഉണ്ടാവുന്നതിന് മുന്നേ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ 8ഓളം സ്ഥലത്ത് നിന്നാണ് തീവ്രവാദ ബന്ധമുള്ള ആളുകളെ പൊക്കിയിരിക്കുന്നത്, ആയുധങ്ങൾ പിടിച്ചിരിക്കുന്നത്, വിഷാംശം ഈ റിസിൻ പോലുള്ള സാധനങ്ങൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്, അങ്ങനെ 8ഓളം സ്ഥലങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 8ഉം പൊട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ? അപ്പോൾ 9 എണ്ണം പ്ലാൻ ചെയ്യുന്നു, അതിൽ 8 എണ്ണം നമ്മൾ പിടിക്കുന്നു, ഒരെണ്ണം കയ്യകലത്തിൽ അത് പൊട്ടി, അത് ഇത്രയും ആളുകളുടെ ജീവനാശം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവുമ്പോൾ ഇപ്പൊ ചോദ്യം ഉയരുന്നത് ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന്. അപ്പൊ ഈ 8 അവസരങ്ങൾ ഇങ്ങനെ തടഞ്ഞത് പിന്നെ ആരുടെ മിടുക്കുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചു ചോദിക്കും. ഇതാണ് എനിക്കിവിടെ പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഈ ഇത്രയും സ്ഥലങ്ങൾ ഇവർ ചെയ്തപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ സംഘടനകളുടെ പേരെന്താണ്? ഒന്ന് ജെയ്ഷെ മുഹമ്മദും, പിന്നെ ഒന്ന് അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഇതിൽ വരുന്നത്. എന്താണ് ഈ അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഈ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് ഇന്ത്യയെ പിടിച്ചടക്കുക എന്നതാണ്. അവിടെ ഇങ്ങോട്ട് ആക്രമിക്കുക അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളതല്ല. അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിലുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഇവിടെ ചോദിക്കേണ്ടായി, എന്താണ് ഇതിന്റെ മറ്റുള്ള മോട്ടിവേഷൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈറ്റ് കോളർ ജോബിലുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്?
അതിൻ്റെ ഒരു ചേതോവികാരം എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ആളുകൾ എല്ലാവരും പറയാറുള്ളത് ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാൻ അവിടെയാണ് എനിക്ക് ഇതിനുള്ള ഒരു ഡിഫറിങ് പോയിന്റ് ഉള്ളത്. ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഈ ആളുകൾ ഈ പറയുന്ന സംഗതിയിൽ ഇപ്പോൾ നമ്മളും വിശ്വാസിയായിരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനം 2 വേദനകൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി. ഒന്നാമത്തെ വേദന എന്ന് പറയുന്നത് ഖബർ ശിക്ഷയാണ്. ഖബർ ശിക്ഷയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന സാധനം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്ന ഒരു ബോധ്യം, ഒരു പഠന രീതിയുണ്ട്. ഇത് ചില ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഈ സംഗതി. എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരേപോലെയാണ്, പഠിക്കാനുള്ളതും ഒരേപോലെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇത് എടുക്കുന്ന ആളുകൾ അവരുടെ ആ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം അത് ഡീപ്പായിട്ട് പോകുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ നരകം എന്ന് പറയുന്ന വിഷയം. ആ നരകത്തെക്കുറിച്ചുള്ള വർണ്ണന ഇതൊക്കെ നമ്മൾ മദ്രസയിൽ മാത്രമൊന്നുമല്ല പഠിക്കുന്നത്. ഓരോ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഇത് കേൾക്കുന്നു, വായിക്കാനുള്ള എന്തെങ്കിലും എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഇത് കേൾക്കുന്നു, ചുമ്മാ യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടാൽ അതിനെക്കുറിച്ച് ഇത് കേൾക്കുന്നു. ഇനി നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ഈ പറയുന്ന പ്രസംഗങ്ങളിലും ഈ ഉസ്താദുമാർ പ്രസംഗിക്കുന്ന ഇതൊക്കെയാണ്. നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കുക, യൂട്യൂബിൽ ചുമ്മാ നരക ശിക്ഷ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണിയാൽ തീരില്ല എത്രമാത്രം പ്രസംഗങ്ങളുണ്ട് എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഡോക്ടർ ആരിഫ്, ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത്സ് എങ്ങനെയാണ് ഈ വലയിൽ അതിലേക്കാണ് വരുന്നത്. അവിടെയാണ് ഈ പറയുന്ന സുഖലോലുപത ആണ് ആഗ്രഹിക്കുന്നത്, ഹൂറികളെയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികളിലേക്ക് എപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു സംഗതി എത്തിപ്പിടിക്കാൻ വേണ്ടിയാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാം ഉള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ പിടിച്ച ആളുകളുടെ പേര് നമ്മൾ മറക്കുക. ഒസാമ ബിൻ ലാദൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന മൂപ്പർക്ക് പഠനത്തിന് കുറവൊന്നുമില്ലല്ലോ. പുള്ളി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എഞ്ചിനീയർ ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ഒരു സിവിൽ ഡിപ്ലോമ എന്തോ ഉള്ള ഒരാളാണ്, ഒരു എഞ്ചിനീയറാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇനി ഐമൻ അൽ സവാഹിരി സർജൻ ആണെന്നാണ് പറയാറ്. നമ്മൾ ജാക്കിർ നായിക്ക് മൂപ്പര് ഒരു MBBS ഡോക്ടറാണ്. ഇനി നമ്മുടെ നാട്ടിൽ സ്വന്തം ഹോം ഗ്രോൺ ആയിട്ടുള്ള ചില ജിഹാദികൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ അബ്ദുള്ള ബാസിൽ വിസ്ഡം യൂത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതിന്റെ മുതലാളി, പുള്ളി ഒരു BDS ഡോക്ടറാണ്. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് മാത്രമേ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടുള്ളൂ. അതിലേക്കാണ് എത്ര ആളുകൾ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ പറയുന്ന പകല് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യും, രാത്രി പോയിട്ട് എൻട്രൻസ് കോച്ചിങ് നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പകല് വലിയ ഡോക്ടർ ആവുന്നു, രാത്രി പോയിട്ട് ജിഹാദി പ്രവർത്തനം നടത്തുന്നു. ഇത് തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകല് അവർ ജോലി എടുക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടത്തുന്നു, കുട്ടികളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. പ്രോഫ്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രൊഫഷണൽ കോളേജുകളിൽ കയറിയിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. ഈ അബ്ദുള്ള ബാസിൽ നമ്മൾ കണ്ടു ഇവിടെ മറ കെട്ടിയിട്ട് ഇവർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മളിത് ചോദിച്ചപ്പോൾ താലിബാനിസമാണോ എന്ന് ഇവിടെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ ക്ലാസ് എടുക്കുന്നത് ഇത് അവരിലേക്ക് ഈ മതബോധം ഇട്ടുകൊടുത്തുകൊണ്ട് അവർ പോളറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോളറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? സുഖലോലുപതയല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഒരു ചെറിയ സുഖം ലഭിച്ചാൽ പോലും നമുക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, വലിയ നരകശിക്ഷ, അതിന്റെ വേദന പെയിൻ തിയറിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് നമ്മൾ എപ്പോഴും മറന്നു പോകണം. നമ്മൾ എപ്പോഴും ഹൂറികളെ കുറിച്ചേ പറയാറുള്ളൂ, അതല്ല ഇതിലെ വിഷയം. ഈ നരകശിക്ഷയെ എങ്ങനെ ഒഴിവാക്കാം? അപ്പൊ അതിൽ വരുന്ന പ്രശ്നം എന്താണ്? ഇപ്പൊ മറ്റു മതങ്ങളിലെ കോൺസെപ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമാണ്. ഇസ്ലാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ. നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് തടയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഒരു വിഷയം അവിടെ ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ ഒരു വസ്വാസം എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഒരു OCD എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഗിൽറ്റ് കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന ആളുകൾ പല വഴികൾ തേടും. അങ്ങനെ തേടുന്ന സമയത്ത് ഈ മതബോധം, ഈ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ എന്ത് ചെയ്യും? ഈ ജിഹാദികൾ എന്ത് ചെയ്യും? അവര് അതിനുള്ള ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഈ നരകശിക്ഷ ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റമൂലി അത് അവരെടുക്കും. ആ ഒറ്റമൂലി എന്താണ്? കാഫിറിനെ കൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ ഹദീസ് കൃത്യമായിട്ടുണ്ട്. നിങ്ങളൊരു കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ ആ കാഫിറും ആ പറയുന്ന മുസ്ലിം, ആ ജിഹാദിൽ പങ്കെടുത്ത മുസ്ലിമും ഒരുമിച്ച് അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ. ഞാൻ ഇന്ന് അദ്ദേഹമായിട്ട് തർക്കിക്കാനില്ല. കാരണം അദ്ദേഹം വളരെ മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചിട്ടുള്ള ദിവസമാണ്. അബ്ദുള്ള അത് വെറുതെ നശിപ്പിക്കുന്നതാണ് എനിക്ക് പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റിനോട് വിയോജിപ്പുണ്ട് അദ്ദേഹം. ഒരു സെക്കൻഡ്, ഞാൻ അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് അദ്ദേഹം സംസാരിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ എന്നോടല്ല വിയോജിക്കേണ്ടത്. ഈ പറയുന്ന സംഘടനയ്ക്ക് ഗസ്വത്തുൽ ഹിന്ദ്, അൻസാറുൽ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പേരിട്ടിട്ടുള്ള ഓർഗനൈസേഷൻ അവിടെ ഉണ്ടല്ലോ. അവരുടെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് തരാം. നിങ്ങൾ അവിടെ പോയിട്ട് അവർ ഉപദേശിക്കും, മക്കളെ അങ്ങനെയൊന്നും അല്ല, ഗസ്വത്തുൽ ഹിന്ദ് ഒന്നും പാടില്ല, ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗമാണെന്ന് അബ്ദുള്ള പോയിട്ട് ഉപദേശിക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല മോനെ, ഇത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്, അവിടെ പോയി ഉപദേശിക്കട്ടെ. അല്ലെങ്കിൽ 9:5 സൂറത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആയത്ത്
സമയത്ത് ഇത് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞാണ്, ഇന്ന യുദ്ധ സന്ദർഭത്തിലാണ് ഒന്ന് പറഞ്ഞ് ഉപദേശിക്കട്ടെ. അവരെല്ലാം ഉപദേശിക്കേണ്ടത്, നമ്മൾ ഉപദേശിക്കേണ്ട കാര്യം എന്താ? കാരണം ഇവിടെ ഈ പറയുന്ന ഈ ഒരു ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 100 തീവ്രവാദ സംഘങ്ങളെ നിങ്ങൾ എണ്ണിയാൽ അതിനകത്തൊരു 90 എണ്ണവും ഈ പറയുന്ന ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. ഇവരെല്ലാവരും മുന്നിൽ വെക്കുന്നത് ഒരേ ലക്ഷ്യമാണ്, എന്താണ്? ജിഹാദ്, കാഫിറിനെ കൊല്ലുക. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ പറയുന്ന ഖുറാനിൽ തന്നെ ഉണ്ട്, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത്, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നവരെ നിങ്ങൾ ജിഹാദ് ചെയ്യാനും കൂടി എഴുതി വെക്കുമ്പോൾ നിങ്ങൾ നമ്മളെയാണോ തിരുത്തേണ്ടത് അതോ ഈ പറയുന്ന തീവ്രവാദികളെയാണോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനയും 90-100 തീവ്രവാദ സംഘടന അതിന്റെ എല്ലാത്തിന്റെയും അഡ്രസ്സും അവരുടെ എന്റെ പോസ്റ്റൽ അഡ്രസ് ഒക്കെ ഞാൻ എടുത്തു തരാം, വേണമെങ്കിൽ വണ്ടിക്കൂലി ഞാൻ തരാം. അവിടെ പോയിട്ട് ഉപദേശിച്ച് അവരെ നേരിടുക. അല്ലാതെ നമ്മൾ ഇതിന്റെ വസ്തുത പറയുമ്പോൾ നമ്മളെ വന്ന് തിരുത്താൻ നിൽക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ചത്, നമ്മളെ തൊട്ട് മുന്നേ സംസാരിച്ച അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞൊരു കാര്യത്തിന് ഒരു ചെറിയ തിരുത്ത് പറയണം. അതായത് ഈ മദ്രസകൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വഴിവെക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഞാനും വിശ്വാസിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് തിരുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു BJP സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ പലപ്പോഴും പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ 2 വയസ്സിലുള്ള കുട്ടികൾ ഭീകരവാദം അല്ല പഠിപ്പിക്കുന്നത്, അങ്ങനെയല്ല ഇവർ ഭീകരവാദികളാകുന്നത്. അവിടെ സംഭവിക്കുന്ന ഒരു പ്രൈമിംഗ് ആണ്. ആ പ്രൈമിംഗ് എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തലും ഈ മതത്തിന്റെ ശാസനകൾ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന ആ സംഗതിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു പ്രൈമിംഗ് വരികയാണ്. അങ്ങനെ പ്രൈംഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ മദ്രസയിലോ എവിടെയും തന്നെ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ എലമെന്റ്സ് ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ അവർ പഠിക്കുന്നുണ്ട് ഈ കാഫിറുകൾ എന്താണ്, മുസ്ലിം എന്താണ്, ഇങ്ങനെയുള്ള വേർതിരിവുകൾ, വിഭാഗീയത, ഇത് അവിടെ വന്നു കഴിയുമ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കംപ്ലീറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും എങ്ങനെയാണ് ഈ കാഫിറുകളോട് പെരുമാറേണ്ടത്, അവരുടെ ആഘോഷങ്ങൾ നമ്മൾ എങ്ങനെ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഓണം ആഘോഷിക്കരുത്, ഇതുപോലുള്ള സാധനങ്ങൾ വരുന്നു. ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇത് മദ്രസകളിലേക്ക് കുറഞ്ഞ ഈ പറയുന്ന മുതിർന്ന ആളുകളിലേക്ക് എത്തുന്നു. ഇനി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മദ്രസ ഉസ്താദുമാർ തന്നെ നേരിട്ട് പോയി പറയുന്ന അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദ്രസയുടെ സിലബസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തലും ചോദ്യം ചെയ്യരുത് എന്ന തരത്തിലുള്ളൊരു സാധനമാകുമ്പോൾ മദ്രസയിൽ നിന്ന് പാസ്സായി കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പിന്നെ ഒരിക്കൽ പോലും ഈ സാധനത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അത് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറുന്ന തരത്തിൽ അവർ വിധേയപ്പെടുന്ന ഒരു തലച്ചോറായിട്ട് മാറും. ആരിഫ്, അപരമത വിദ്വേഷത്തിന്റെ അടിസ്ഥാനശില പാകുകയല്ലേ അതുവഴി? അല്ല, അവിടെയാണ് പറയുന്നത് മദ്രസകളിൽ വിദ്വേഷം എന്നുള്ള രീതിയിലല്ല പഠിപ്പിക്കുന്നത്, ആ വേർതിരിവുകളെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിദ്വേഷവും അതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് വേർതിരിവുകളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ആ കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം തന്നെയല്ലേ ഉടലെടുക്കുക? അല്ല, അവര് ആളുകൾ വേർതിരിച്ച് കാണുന്നു, അത്രേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ഇപ്പൊ നമ്മളൊരു സാധാരണ കുട്ടി മറ്റുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുന്നു, ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടി എന്താ ചെയ്യുക, അവൻ മുസ്ലിങ്ങളെ തിരയും, അതിലെവിടെയാണ് മുസ്ലിം ഉള്ളത്, എന്നിട്ട് ആ മുസ്ലിമിനോട് മാത്രം സലാം പറയും, ബാക്കിയുള്ള കുട്ടികളോട് എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിണ്ടാണ്ടിരിക്കുന്ന അവസ്ഥ. അവർക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. അവരോടൊന്നും മിണ്ടുന്നില്ല, അവർക്ക് അറിയില്ല അവരോട് എന്തെങ്കിലും പറയേണ്ടതാണോ പറയാതിരിക്കുന്നത്, അത് കൂലിയുണ്ട് അതുകൊണ്ടാണോ, ഇതൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അവർ മിണ്ടില്ല. അപ്പൊ ഇതിൽ വിദ്വേഷമൊന്നും വരുന്നില്ല, അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ പിന്നീട് വലുതായി കഴിയുമ്പോഴാണ് വഴി തെറ്റുന്നത് ഏത് പോയിന്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള വിഭാഗീയതയും ഈ വിദ്വേഷത്തിന്റെയും ഇൻസ്ട്രക്ഷൻ വരുന്നത് കുറച്ചുകൂടി മുതിർന്നത് കഴിഞ്ഞതിന് ശേഷമാണ്. അവിടെ മുതലാണ് ഇത് തലയിൽ ഏറ്റവും കൂടുതൽ കയറുക. അതൊരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡൽട്ട് ആയതിനു ശേഷം തന്നെയാണ് അത് കിട്ടുന്നത്. പള്ളികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്നത്. മദ്രസകളെക്കാൾ കൂടുതൽ അത് കിട്ടുന്നത് മദ്രസയ്ക്ക് ശേഷം നടക്കുന്ന പള്ളികളിലൂടെ തന്നെയാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ അബ്ദുള്ളയും പറഞ്ഞു നമ്മളുടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന കഥ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, അവിടെ വെള്ളിയാഴ്ച കുത്തുബയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എഴുതി അതിന്റെ പെർമിഷൻ വാങ്ങണം, എന്നിട്ടേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ. ഇന്ന് അത് കുറച്ചും കൂടിയും കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അതായത് ഇന്ന് ലോകം മുഴുവൻ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ജൂതന്മാർക്ക് എതിരെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തവണ പോലും ഈ പറയുന്ന ഹറം പള്ളിയിലോ അതല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു പള്ളിയിൽ പോലും ജൂതർക്കെതിരെ പ്രാർത്ഥിക്കാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജൂതവിരുദ്ധത അവിടെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്താൻ അവർ അനുവാദം കൊടുത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശപിച്ചുകൊണ്ടിരുന്നു, ജൂതരെ ശപിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ രീതിയിലുള്ള സംഗതികൾ നടക്കുന്നത് കൂടുതൽ ഈ പള്ളികൾ കേന്ദ്രീകരിച്ച്. അതാണ് ഞാൻ പറയുന്നത്, മദ്രസ സിലബസുകളിൽ നടക്കേണ്ട പരിഷ്കരണം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ ചെയ്യണം. അത് ഈ വിഭാഗീയത പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. നരകശിക്ഷയും ഇതുപോലുള്ള കുട്ടികളെ
ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഗിൽറ്റ് കോംപ്ലക്സും ഈ പറയുന്ന ഭയവുമാണ് അവർക്ക് ഇട്ടുകൊടുക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ പള്ളികളിലും മറ്റ് മതവേദികളിലും നടക്കുന്ന തരത്തിലുള്ള ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, പരോക്ഷമായിട്ട് പിന്തുണയ്ക്കാൻ വേണ്ടി അവരെ പ്രേരണ കൊടുക്കുന്ന, മുസ്ലിം ഖത്തറമേ ഹേ എന്ന് പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷാളന രീതി അത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് വളരെ വിഭിന്നമായ രീതിയിൽ, വളരെ മികച്ച രീതിയിലാണ് അബ്ദുള്ള ഇതിനെ മറുപടി കൊടുത്തത്. എനിക്കത് സന്തോഷമാണ്. കാരണം നമ്മൾ പറയുന്ന സംഗതി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുക അബ്ദുള്ള പറയുമ്പോഴാണ്. അതുകൊണ്ട് ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ബാധ്യത മുസ്ലിമിനില്ലേ. അത് തടയുന്നത് ആരാണ്? ഇവിടുത്തെ ഈ മുസ്ലിം മത പണ്ഡിതരാണ്. അവർ നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദിയെ കുറ്റം പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഈ മതപണ്ഡിതരെ എവിടെന്നെങ്കിലും എടുത്ത് പറയുന്നതല്ല. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ മിഷൻ 2047 ഡോക്യുമെന്റ് നിങ്ങൾ എടുത്ത് വായിക്കുക. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു 4 സ്റ്റേജിൽ ഈ പറയുന്ന സാധനം നടപ്പിലാക്കണം, ഇന്ത്യ ശരീഅത്ത് രാജ്യമാക്കാൻ എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന 2 സ്റ്റേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നമ്മൾ ഇവിടെ ഒരു വിക്ടിം കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം. മുസ്ലിങ്ങൾ ഇവിടെ അപകടത്തിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ടേയിരിക്കണം. ഇവിടുത്തെ ഈ മെജോറിറ്റി ഹിന്ദു ഈ പറയുന്ന ഭരണം കൈയാളുന്ന ആളുകൾ അത് താഴ്ന്ന ജാതികൾക്കും മുസ്ലിങ്ങൾക്കും വിരുദ്ധരാണ്, അവരുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ സ്ഥാപിക്കണം. ഇതാണ് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? ഇതിനെ ചെയ്യേണ്ടത് നിലവിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കണം. അത് സോൾവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കുത്തിപ്പൊക്കണം. ബാബറി നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നത് അവിടുന്നാണ്. അത് സോൾവ് ചെയ്താൽ പോലും അവർ മറക്കാൻ സമ്മതിക്കില്ല എന്ന് വരുന്നത് അവിടുന്നാണ് അത് പൊങ്ങി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇനി ഇല്ലാന്ന് വിചാരിക്കും, ഒരു പ്രശ്നവും ഇല്ലാത്തത് കുത്തിപ്പൊക്കും. ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഇതിൽ കണ്ട മറ്റൊരു വാദം, ഇലക്ഷനും ഈ പറയുന്ന വോട്ട് ചോരി മാറ്റിവെക്കുക. മറ്റൊന്നെന്താ കണ്ടത്? ഇതിനകത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് പുറത്തു വരുന്നത് വരേക്കും ഇലക്ഷനും ഈ പറയുന്ന വോട്ട് ചോരിയും പറഞ്ഞുകൊണ്ടിരുന്നു. അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേര് പുറത്തു വന്നപ്പോൾ പിന്നെ നമ്മൾ എന്താ കേട്ടെ? പിന്നെ കേട്ടത് അത് നമ്മൾ കാര്യമാക്കണ്ട, കഴിഞ്ഞ മുന്നേ കുറെ പേര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അവരെയൊക്കെ പിന്നീട് വെറുതെ വിട്ടു, ഇവരെയും വെറുതെ വിടാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇതുവരെയും ഒരാളെയും ഇവിടെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, യാക്കൂബ് മേമനെ ഇവിടെ എന്താ ഇവിടെ ചെയ്തത്? ആളെവിടെയായിരുന്നു? അജ്മൽ കസബ് എവിടെയായിരുന്നു? ഇവർക്കൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒസാമ ബിൻ ലാദന് പോലും മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പള്ളി എന്റെ മഹലിലായിരുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു, പോട്ടെ, യഹിയ സിൻവറിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചില്ലേ ഇവിടെ? ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു തീവ്രവാദ മുസ്ലിമിനെ തീവ്രവാദി ആണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ഇവരത് ചെയ്യുന്നില്ല, ഇവരിതിൽ മറച്ചു വെക്കുന്നു. അവിടെയാണ് ജനം TV അത് വ്യത്യസ്തരാകുന്നത് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇത് പച്ചയ്ക്ക് പറയേണ്ടതിനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം അബ്ദുള്ളയ്ക്ക് മറ്റ് ചാനലുകൾ കൊടുത്താലെങ്കിലും മതിയായിരുന്നു. അതുപോലും ഇല്ല. കാരണം അങ്ങനെ കൊടുത്താൽ പോലും ആ ചോദ്യം ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പോ എന്തെങ്കിലും പറയുന്നല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഉത്തരം വരുന്നത്, അതുകൊണ്ടാണ് അത് വാലിഡ് ആവുന്നത്, അതുകൊണ്ടാണ് അത് വാല്യുബിൾ ആവുന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം സംവാദങ്ങൾ ഞങ്ങൾ നിരന്തരം സംഘടിപ്പിക്കുന്നത്. അല്ലാതെ മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനോ അല്ല. എന്തായാലും ഞാനൊരു കാര്യം ഇവിടെ സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ എന്നേക്കാൾ കൂടുതലും അത് അറിയുന്ന ആളാണ് അബ്ദുള്ള, ഞാനും സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇത് ഇസ്ലാം പറയുന്ന കാര്യം എന്താണ്? ഇത് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ സംഗതിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹു ഖുറാനിൽ കൂടെ പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ലളിതമായ സാധനമാണെന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലായത്. അതല്ല ഇനി അബ്ദുള്ള സമ്മതിക്കട്ടെ, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അറബി അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊരു വാദം അബ്ദുള്ളക്ക് ഉണ്ടെങ്കിൽ അത് അള്ളാഹും അബ്ദുള്ളയും കൂടി തീരുമാനമായിക്കോട്ടെ. കാരണം ഖുറാനിൽ പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലായതാണ്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധി പഠിച്ചോണ്ട് തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പഠിച്ചോ, നിങ്ങളായിട്ട് ആയിക്കോളൂ. ബുദ്ധി തന്നു താങ്കൾ തെറ്റിദ്ധാരണ. ബുദ്ധി തന്നില്ല, ബുദ്ധി തന്നിട്ടില്ല. ശരി ശരി, ഓക്കെ, പറയട്ടെ. ഇനി നമ്മളിവിടെ പറയുന്നത്, ഇവിടെ ഈ പറയുന്ന സംഗതി ഇദ്ദേഹം പറയുന്നു യുദ്ധ സന്ദർഭത്തിലല്ലാതെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന്. ഒന്നാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ പറയുന്നത്, എനിക്കിന്ന് ഇദ്ദേഹത്തോട് തർക്കിക്കാനുള്ള ഒരു മൂഡില്ല. കാരണം ഇദ്ദേഹം വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതിന്റെ ആ ഗുണത്തെ റദ്ദ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞ് ഇന്നിപ്പോ അങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അങ്ങനെയുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയെ കൊണ്ട് ഞാൻ കത്ത് എഴുതിപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ തീവ്രവാദിയെ തള്ളി പറയിപ്പിച്ചു. അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ മതി. കുറച്ചു കാലം കഴിയുമ്പോൾ യഹിയ സിൻവറിനെ പോലെയുള്ള തീവ്രവാദികളെ ഞങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ കേരള സമൂഹം എത്തും കുറച്ച് കഴിയുമ്പോൾ. ഇതാണ് എൻ്റെ ലക്ഷ്യം. അതേപോലെ എത്തുന്ന ഒരു അവസ്ഥ അത് അബ്ദുള്ള എത്തിയാലും ശരി, നമുക്കത് അനുമോദിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ തർക്കിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഇവിടെ ഇദ്ദേഹം പറയുന്നു ഇതൊക്കെ തെറ്റാണ്, ഞാൻ നുണ പറയുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ അപ്പോഴും പറയാണ്, ഈ ലോകത്തെ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും അവർ ഇറക്കുന്നുണ്ട്. അതിനകത്ത് ആ ടെററിസ്റ്റ് ഇൻഡെക്സിൽ നിങ്ങൾ കാണുന്ന തീവ്രവാദ സംഘങ്ങളുടെ പേര് നിങ്ങൾ എടുക്കുക. ലോകത്ത് നടക്കുന്ന തീവ്രവാദ സംഘങ്ങൾ പ്രധാനമായിട്ട് 4 വിഭാഗങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഐഡിയോളജിയുടെ ബേസിസിലുള്ള തീവ്രവാദം. 2, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം. 3, ഈ സെപ്പറേറ്റിസം, ഇതുപോലുള്ള സാധനങ്ങൾ. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ക്രിസ്ത്യൻ കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ. ഇവിടെ എവിടെ ഹിന്ദു തീവ്രവാദം ഒന്നും എവിടെയും എടുത്ത് പറയുന്ന പോലുമില്ല. ഇനി ഇതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ 75% ആളുകളും നേരിടുന്ന തീവ്രവാദം ഏതാ? അത് ഇസ്ലാമിക് ടെററാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരേ കാര്യമാണ്. അവർ ഫോളോ ചെയ്യുന്ന എന്താണ്? ജിഹാദാണ്. അവർ ലക്ഷ്യം വെക്കുന്ന എന്താണ്? കാഫറുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഓരോ സ്ഥലത്ത് അവർ പേരിടുന്നു. നൈജീരിയയിൽ പറഞ്ഞു അത് ഗോത്ര സംഘർഷമാണെന്നാ. ഗോത്ര സംഘർഷമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് മതം മാറ്റുന്നത്? എന്തിനാണ് അവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പിടിച്ചു വെട്ടിക്കൊല്ലുന്നത്? എന്തിനാണ്? നമ്മൾ കണ്ടു, മാസ് മറ്റേ ഗ്രേവിയാർഡാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിന്റെ പേരിൽ അവിടെ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മതം തന്നെയാണ് അതിനകത്ത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ്. ഒരു കാഫിറിന്റെ ഒരു കോളനി നിങ്ങളൊരു ഗോത്രം പിടിച്ചടക്കാൻ ചെല്ലുമ്പോൾ 3 ഓപ്ഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. 1, മതം മാറുക. 2, ഈ പറയുന്ന ദിമ്മികളായിട്ട് ഈ ജിസിയ കൊടുത്ത് കീഴടങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുക. ഈ 3 ഓപ്ഷൻസ് ആ 3 ഗുഡ് ഓപ്ഷൻസ് ഇതാണ് അവർക്ക് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലായിടത്തും നടത്തുന്നത് ഒരു വാക്ക് മാത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പ്ലീസ് ഇന്ന് വഴങ്ങി കൊടുക്കാം. അതായത് ജിസിയ എന്ന് പറഞ്ഞാൽ ഈ മതനികുതി എന്ന പരിഭാഷ തെറ്റാണ്. അതായത് ഒരു ഇസ്ലാമിക ഭരണ രാജ്യത്ത്, ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ ഔറംഗസീബ് ഭരിക്കുന്ന കാലത്ത്, അന്ന് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പകരം അവർ യുദ്ധനികുതി, അതാണ് ജിസിയ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം കൊടുക്കുന്ന നികുതിക്കാണ് ജിസിയ എന്ന് പറയുക. അതൊക്കെ ഇംഗ്ലീഷുകാർ ട്രാൻസ്ലേഷനകത്ത് മതനികുതി എന്ന് പറഞ്ഞിട്ട് എഴുതി തെറ്റാ. അത് തിരുത്തുന്നത് നല്ലതാണ്. അത് മാത്രമേ ചെയ്തുള്ളൂ. അതല്ല ഞാനാണെങ്കിൽ അതാ ചെയ്യാം. ഞാനാണെങ്കിലും മതനികുതി പൈസ കൊടുത്ത് കണ്ട് യുദ്ധത്തിന് പോക്കും. എനിക്കാവില്ല, വെട്ടുള്ളവർ. പറഞ്ഞോ. വളരെ നല്ല കാര്യമാണ്. അത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. കാരണം വെട്ടുകൊള്ളാൻ കൊള്ളൂല എന്ന് പറയുമ്പോൾ ആരാണ് വെട്ടാൻ വരുന്നത് കൂടി പറയണം. അത് മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങളെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്ന കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മുസ്ലിങ്ങളല്ലേ വെട്ടുന്നത്? പ്ലീസ്, ഇന്ന് ഞാൻ തർക്കിക്കാനില്ല നിങ്ങളോട്. അപ്പൊ നിങ്ങൾ മിനിമം ചെയ്യേണ്ട സ്വന്തം മൂട്ടിൽ വെടിവെക്കാതിരിക്കാന്നുള്ളതാണ്. പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധി അധികം ഉണ്ടല്ലോ എന്നെക്കാളും. അത് നിങ്ങളൊന്ന് ഉപയോഗിക്കൂ പ്ലീസ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൃദയം കൊണ്ടൊന്ന് സമ്മതിച്ചു. ഇനി അടുത്തത് ഈ പറയുന്ന ഈ ജിസിയ, ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വെട്ടുകൊള്ളായിരിക്കാനാണെന്ന് പറയുന്ന പോലെ തന്നെ അടുത്തത് എന്താണ്? സക്കാത്തും ജിസിയയും ഇത് തമ്മിൽ വെച്ചിട്ട് ഇവിടെ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കൂ പ്ലീസ്. ഓക്കെ, ഇനി അതിന്റെ അർത്ഥം എന്താണ്? ജിസിയ എന്ന് പറയുന്നത് ശരി. ആരാ വെട്ടാൻ വരുന്നത്? പ്ലീസ്. ആരാണ് വെട്ടാൻ വരിക? മുസ്ലിങ്ങളാണ് വെട്ടാൻ വരിക. അവർക്ക് കൊടുക്കുന്ന നികുതി തന്നെയാണ്. ഒന്ന് അടങ്ങൂ പ്ലീസ്. ഇനി അടുത്തത് ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എന്നെക്കാളും ബുദ്ധിയുള്ളതല്ലേ? അതൊന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് മാന്യമായിട്ടിരിക്കും പ്ലീസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഈ പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ ജിസിയ കൊടുക്കുന്ന ആളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? അവിടെ സബ്ഡ്യൂ ചെയ്യപ്പെടുന്നു, അത് കീഴൊതുങ്ങുന്ന ഒരാളുടെ ഒരു ചിന്ത, ഒരു ബോധമാണ് അയാൾക്ക് വരേണ്ടത്. ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു ബോധമാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഈ ജിസിയ കൊടുത്ത് ഇതുപോലെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ മതം മാറി മുസ്ലിമായി ഈ പറയുന്ന സക്കാത്ത് കൊടുക്കുന്ന ഒരു ആളായിട്ട് മാറുന്നതാണ് നല്ലത് എന്ന് അയാൾക്ക് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കണം. ഇതാണ് ഈ ജിസിയ കൊണ്ടുള്ള ഉദ്ദേശം തന്നെ. അത് കൊടുക്കുന്ന വേളയിൽ ഈ പറയുന്ന ആളുകളെ തുപ്പുന്നതിനെ കുറിച്ചും അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ശരി, പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആരിഫ് ഹുസൈൻ ഫോളോ ചെയ്യുന്ന ഖുർആൻ ഏതാണ്? ഒന്നാണോ ആരിഫ് ഹുസൈൻ? പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹം ഇവിടെ ഖുർആൻ ഇസ്ലാമിലെ സോഴ്സ് എന്ന് പറയുന്ന ഖുർആൻ മാത്രമല്ല, ഖുർആനുണ്ട്, ഹദീസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇജ്മാ, ഖിയാസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇസ്ലാം ആവുന്നത്. ഇദ്ദേഹം ഖുർആൻ എന്ന് പറഞ്ഞ ആളെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു, ഈ ജിഹാദ് സംബന്ധിച്ചിട്ട് ഹദീസിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാനിവിടെ ഒരു ഹദീസ് വായിച്ചു.
an infidel and the one who killed him will never be brought together in hell. The meaning is probably that one who kills an infidel in the course of jihad will on that account have his sins forgiven and will therefore not go to hell where the infidel inevitably goes. അതായത് ഒരു ജിഹാദിന്റെ വേളയിൽ ഒരു കാഫിറിനെ ഒരു മുസ്ലിം കൊന്നാൽ ആ രണ്ടുപേരെ ഒരുമിച്ച് നരകത്തിൽ കൊണ്ടുവെക്കില്ല. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹ് മുസ്ലിം 1891A ഹദീസ് പോയിരുന്നു വായിക്കാം. ഇനി ഇത് കൂടാതെ ഈ ഖുർആൻ തന്നെ നിങ്ങളെടുത്ത് വായിക്കാം. ഇവിടെ യുദ്ധ സന്ദർഭത്തിലാണ് പറഞ്ഞത്. 8:39 എന്താ പറയുന്നത്? ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം അൻടിൽ ദർ ഇസ് നോ മോർ പെർസിക്യൂഷൻ ആൻഡ് യുവർ ഡിവോഷൻ വിൽ ബി എൻറ്റയർലി ടു അല്ലാഹ്. അതായത് മതം മുഴുവൻ, ദീൻ മുഴുവൻ അള്ളാഹുവിന് ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് എഴുതിയത്. വഖാതിലൂഹും എന്ന് തന്നെയാണ് എഴുതിയത്. യുദ്ധം എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് പോകാന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി 9:5 എന്ന് പറയുന്നു. അവിടെയും പറയുന്നത് ബട്ട് വൺസ് ദ സേക്രഡ് മന്ത്സ് ഹാവ് പാസ്ഡ് കിൽ ദ പോളിത്തീസ് ഹു വയലേറ്റഡ് ദ ട്രീറ്റീസ് ഹു ആർ wherever you find them capture them besiege them and lie in wait for them. അതായത് ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ഈ പറയുന്ന ബഹുദൈവ ആരാധകരെ അവർക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്യുക എന്ന് പറയും. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയാം. ഞാൻ അപ്പ കലിമയല്ലും ഞാൻ അബ്ദുള്ളക്ക് പറഞ്ഞു തരുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നാൽ 9:5. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അബ്ദുള്ളയും ഈ തീവ്രവാദികളും വായിക്കുന്ന ഖുർആൻ ഒന്ന് തന്നെയാണ്, ഈ ഹദീസുകൾ ഒന്ന് തന്നെയാണ്, ഈ പറയുന്ന എല്ലാ സാധനവും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? അബ്ദുള്ള കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കണ്ടേ? ഇവിടെ എല്ലാം എടുത്ത് വിളിച്ചു കൂവി പറഞ്ഞ ഇച്ചിരി കുഴപ്പമാവുമെന്നുള്ളതുകൊണ്ട് അതിനൊന്ന് നേർപ്പിച്ച് വെള്ളമടിച്ചടിക്കുന്നു. എന്നാൽ തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ഈ പറയുന്ന ചില വലിയ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട്, വേദന കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യം അവർക്കുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ലക്ഷ്യം അവർക്കുള്ളതുകൊണ്ട്, ഹൂറികളെ കിട്ടണമെന്നുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് അവർ വെള്ളം അടിക്കില്ല, വെള്ളം ചേർക്കാതെ തന്നെ അടിക്കും എന്നതാണ് ഇപ്പൊ നമുക്കിവിടെ ഇങ്ങനെ പറയാനുള്ള സംഗതി പറയുന്നു. ഇവരുടെ എല്ലാവരുടെയും അഡ്രസ്സും എല്ലാ ഡീറ്റെയിലും വണ്ടിക്കൂലി ഞാൻ തരാം, നിങ്ങൾ അവരെ പോയി ഉപദേശിച്ചിട്ട് ഈ പൊട്ടൽ നിങ്ങൾ തീർത്തു തരണം. അതാ വേണ്ടത്, തീർത്തല്ല വേണ്ടത്. നിങ്ങൾ അവരെ പോയി തീർത്തു. ഗസ്വ തെറ്റാണെന്ന് അവർ പറഞ്ഞ് ബോധിപ്പിക്കും. ഈ പറയുന്ന വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ തീവ്രവാദികളെ പറഞ്ഞു തരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇല്ല, ഈ ലോകത്താർക്കും പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് പറഞ്ഞോ. അതായത് ഞാൻ പറയാം, എനിക്ക് അതായത് ഒരു 83 വയസ്സുള്ള ഒരാളുടെ ഓർമ്മശക്തി നിങ്ങളത് നല്ലോണം പരിഗണിക്കണം. എനിക്ക് 83 വയസ്സാണ്. അപ്പോൾ ഞാനതാ ഇതിലിടയിൽ കടന്നുകൊണ്ട് ഞാൻ മറുപടി പറയട്ടെ അല്ലെ എന്നോട് അത് മറന്നു പോയിന്റ് എന്നാണ് ഈ പറഞ്ഞത്. സൂറത്തുൽ അംഫാൽ എന്ന് പറയും. അതായത് യുദ്ധം നടന്നില്ല, യുദ്ധമല്ലാതെ തന്നെ ശത്രു കീഴടങ്ങി. ഖൈബർ ഉദാഹരണം കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാരിക്കൂട്ടുന്ന സ്വത്തുണ്ട്. ആ സ്വത്ത് യുദ്ധഭടന്മാർക്കിടയിൽ വിഭജിക്കുന്നിടത്താണ് ഈ പറഞ്ഞതായ വചനം. അതായത് നിങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾക്കാകുന്നവരെ പറയാം. 9:5 ഇത് ഈ സന്ദർഭത്തിലുണ്ട്. കാത്തിലും എത്താനും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും. പറയട്ടെ, നിങ്ങൾ ഇടയെ കടക്കുകയും ചെയ്യാ. അയാളോട് നിങ്ങൾക്ക് പ്ലീസും ഇല്ല. നിങ്ങളുടെ കൂടെ കുറിക്കാൻ താങ്കളോട് വലിയ ഉണ്ടായിരിക്കേ. ആ ഭയങ്കര അപ്പൊ ഇവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എത്താഴക്കുല്ലുവിലില്ല. ഈ മതം, ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കരുത്. നിങ്ങളത് ഇസ്ലാമിന് പൂർണ്ണമായ വിജയം കഴിയുന്നവരെ അവിടെ ആ യുദ്ധം തുടരണം എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ല ലോകത്ത് മുഴുവനും നിങ്ങൾ വെട്ടി ഇതാക്കി നിരത്തി ഇസ്ലാമിനതാക്കണം എന്നിടത്തല്ല അതിനത് ഖൈബറ സംഭവം. അത്രയും അതിനെ പറ്റി പറയാനുള്ളൂ. ആ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ടാണ് പറഞ്ഞില്ല, ഏത് യുദ്ധത്തിൽ എന്ന് പറഞ്ഞില്ല, അത് പറയില്ല. അത് യുദ്ധ സന്ദർഭത്തിൽ തന്നെയാണ്. 9:5 ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയൂ അബ്ദുള്ള. 9:5 ഏത് യുദ്ധ സന്ദർഭത്തിൽ? 9:5 വായിക്ക്. അത് പറയില്ല. ഞാൻ കാണാതെ പറയുന്നത് കേൾക്ക്. ഞാൻ 9:5 ഞാൻ 8:5 8:9 അല്ല ഖുർആൻ പഠിച്ചേ. ഞാൻ പഠിച്ച അംഫാൽ റസൂൽ യുദ്ധ സന്ദർഭം ചെയ്യാ. നിങ്ങൾക്ക് എന്നെക്കാളും അറിയാലോ. 9:5
ആയത്തോലി ചങ്ങായി, നിങ്ങൾക്ക് ഓർമ്മ വേണം. ആയത്തുകൾ ഓതി, ആയത്തോലി ഞാൻ സന്ദർഭം പറയാം. 9:5 പറഞ്ഞതിന് പകരം ഇങ്ങോട്ട് ഈ വചനത്തിന്റെ എന്ന് പറഞ്ഞ് നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാ ഞാൻ കൃത്യമായിട്ട് പറയാൻ സമ്മതിക്കൂല എനിക്കറിയാം, പറഞ്ഞാൽ തോറ്റു, പറയാൻ സമ്മതിക്കൂല. അതായത് വചനങ്ങൾ ഒന്നും ഉണ്ടായിരിക്കേ. ഖുർആന് 9:5 10:5 എന്ന് പറയുന്നത് നടക്കലല്ല. ഞങ്ങൾ ഖുർആൻ കാണാതെ പഠിക്കല. ആ വാചകത്തിന് തല തുടങ്ങിയാലാണ് ഞാൻ പറയുന്നത് 8:5 8:10 8:12 ഞങ്ങൾ ഖുർആൻ പഠിക്കാം. ആ വാചകം താങ്കൾ അതിന് ആദ്യത്തെ വാചകം അറബി വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് വായിക്കില്ല. കാരണം അറബി വായിക്കാൻ അറിയില്ല. ഒരു നിർബന്ധം ഒരു അള്ളാഹുവിനുണ്ടെങ്കിൽ അള്ളാഹു ഒരു തോൽവിയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് അറബി അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അതെന്താ നിങ്ങൾക്ക് അത് പറയാൻ? അവിടെ ഇസ്ലാമിനെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.